യാ ബിലാൽ, അല്ലയോ ബിലാലെ എന്നെ ഒന്ന് വന്ന് കാണാൻ സമയമായില്ലേ? ഫബാത കഈബൻ ഹസീന, വളരെ ദുഃഖിതനായി എന്ന് രാത്രി കഴിഞ്ഞുകൂടി. വറകിബ ഇലൽ മദീന, എന്നിട്ട് മദീനയിലേക്ക് യാത്ര ചെയ്തു. അവസാനം പരിശുദ്ധമായ ഖബറു ശരീഫിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ ഫലമ്മ വസല ഇലൽ ഖബരി ശരീഫ് സാറ യബ്കി ഇൻദഹു, അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, അവിടത്തെ വിട്ടെറിഞ്ഞിട്ട് പോയ ആളല്ല ഞാൻ. അവിടുത്തെയുടെ അനുരാഗിയായി അവിടുത്തെ സാന്നിധ്യമില്ലാത്ത മദീനയെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ മിനാരത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട്, പണ്ട് മിനാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. പണ്ട് പള്ളിയിൽ മിനാരം ഉണ്ടാക്കിയിരുന്നത് എന്തിനാണെന്നറിയോ? മിനാരത്തിന് ഇത്ര നീളം വന്നെന്താ? പണ്ട് മൈക്കില്ലാത്ത കാലത്ത് ഉയർന്ന സ്ഥലത്ത് നിന്ന് വാങ്ക് വിളിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഉയർന്ന സാധനങ്ങൾ ഉണ്ടാക്കിയത്, മിനാരം. അന്ന് അതിന്റെ പേര് മിനാരം എന്നല്ല, മുഅദ്ദന എന്നാണ്. പിന്നീട് അതാണ് മിനാരം എന്നായി മാറിയത്. മൈക്ക് വന്നപ്പോ അതിന്റെ ആവശ്യം വന്നില്ല, പിന്നെ ഹോൺ അവിടെ വെച്ചാൽ മതി, ആളവിടെ കയറേണ്ടതില്ല. അതുകൊണ്ട് മിനാരം എന്നതിന് പേര് വന്നു, മുഅദ്ദന എന്നുള്ള പേര് പോയി. താരീഖുൽ മനാഇർ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ കാണാം ഓരോ ലോകപ്രസിദ്ധമായ പള്ളികളുടെ മിനാരങ്ങളും അതിന്റെ അടിസ്ഥാനവും പറഞ്ഞുകൊണ്ട് ഇമാമുകൾ എഴുതിയ ഗ്രന്ഥമുണ്ട്. അതിൽ കാണാം ആദ്യ കാലഘട്ടത്തിൽ അത് മുഅദ്ദനയായിരുന്നു, പിന്നീട് അത് മിനാരായി മാറി. ഇടയ്ക്കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഹബീബായ നബിയെ, പ്രിയപ്പെട്ട പ്രവാചകരെ, അവിടുത്തെ സന്നിധാനത്തിൽ തങ്ങളില്ലാത്ത പള്ളിയുടെ ചാരത്തെ മുഅദ്ദനയിൽ, അത് മനസ്സിലാകാൻ മദീനത്തെ പള്ളിയിൽ പോയവർക്കറിയാം, ഇന്നും മസ്ജിദുൻ നബവിയിൽ മുഅദ്ദന ഇപ്പോഴും നിലനിൽപ്പുണ്ട്. മുഅദ്ദന ഇപ്പോഴും ഉണ്ട് അല്ലേ? മദീനത്തെ പള്ളിയിൽ പോയാൽ ഇന്നും മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് പള്ളിയിൽ ഒരു ചെറിയ ഉയർന്നു കെട്ടിയ മതിലുണ്ട്, സ്റ്റെപ്പ് കയറാൻ പറ്റുന്ന, അവിടെ നിന്നിട്ടാണ് ഇന്നും മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത്. മക്കത്തെ പള്ളിയിലും അങ്ങനെ തന്നെയാണ്, അവിടെയും മുഅദ്ദനയുണ്ട്. പക്ഷേ മദീനത്തെ പള്ളിയിൽ അതുപോലെ കാണാൻ കഴിയില്ല, അവിടെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ആ ചരിത്രത്തിന്റെ അനുസ്മരണം എന്ന നിലയിൽ ഉയർന്ന സ്ഥലത്ത് നിന്നാണ് ഇന്നും മദീനത്തുൽ മുശറഫയിൽ മുനവ്വറയിൽ ഇപ്പോഴും വാങ്ങു കൊടുക്കുന്നത്. അല്ലയോ ഹബീബായ നബിയെ, ആ മുഅദ്ദനയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിക്കുമ്പോ തങ്ങളില്ലാത്ത മദീന എനിക്ക് സഹിക്കൂല. അതുകൊണ്ടാണ് നബിയേ ഇൻതഖൽതു ഇലശ്ശാം, ഞാൻ ഷാമിലേക്ക് പോയത്, അല്ലാതെ ഞാൻ പിണങ്ങിപ്പോയതല്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴതാ വാഖബല ഇലൈഹിൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മുന്നോട്ട് വന്നു. നോക്കിയപ്പോഴോ പ്രിയപ്പെട്ട വലിയുപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ സാന്നിധ്യത്തിൽ വാങ്ങുകൊടുത്ത പ്രിയപ്പെട്ട അനുയായി സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ് നിൽക്കുന്നത്. ഈ പദം നിങ്ങൾ കുറിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, മാ ഹാദിഹിൽ ജഫ്വതു യാ ബിലാൽ, അല്ലയോ ബിലാലെ എന്താണ് ഈ പിണക്കെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് കാണാം, മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി, ഒരാൾ ഹജ്ജ് ചെയ്തു എന്നെ സന്ദർശിച്ചില്ല, എന്നാൽ ഫഖദ് ജഫാനി, അയാൾ എന്നോട് പിണങ്ങി. ഇന്ന് പോകുന്ന ചില അഭിനവവാദികൾ മദീനയിൽ ഹജ്ജില്ല എന്ന് പറഞ്ഞ് മദീനയിലേക്ക് പോകാത്തവരുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് മദീനയിലേക്ക് അടുപ്പിച്ചു തരട്ടെ. ഒരുപാട് തവണ അവിടുത്തെ മുവാജഹത്തുൽ മുശറഫയിൽ അല്ലാഹു തആല എത്തിച്ചു തരട്ടെ. ആ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട് പ്രിയപ്പെട്ട ഹസനൈൻ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ബിലാൽ തങ്ങളെ, നിങ്ങളുടെ വാങ്ക് കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ട്, ഒന്ന് വാങ്ക് വിളിക്കുമോ? മുഅദ്ദനയിലേക്ക് കയറി വാങ്ക് കൊടുക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഫഖറ മഗ്ശിയൻ അലൈഹി, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാനും ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു. കാരണം ആശിഖി വമലാദി വമുർശിദി വഹബീബി തഹത التراب عندما قلت على المؤذنة أشهد أن محمد رسول الله كان النبي صلى الله عليه وسلم يحضر ويجيب.
ഞാൻ പണ്ട് വാങ്ക് വിളിക്കുമ്പോ എന്റെ ചാരത്തിരുന്നിട്ട് കേട്ടു മറുപടി തന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണല്ലോ, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു. മദീനത്തെ പള്ളിയിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിളിക്കുമ്പോ ബോധരഹിതനായി വീഴണമെന്നത് ഇസ്ലാമിന്റെ നിബന്ധനയല്ല, ഇസ്ലാമിന്റെ ഫർദല്ല, ഇസ്ലാമിന്റെ ഷർത്തല്ല. പക്ഷേ ഒരു പ്രവാചക പ്രേമിക്കത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വീണത്.